ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് ഓർത്തു. പക്ഷേ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ ഞാനും ജോബിയും കൂടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ, രാത്രി ആയപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാത്രിയാണ് പുറത്ത് പോകുന്നത്, കാരണം നമുക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് നമ്മൾ ഫ്രീ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റാണ് നമ്മൾ സാധനം വാങ്ങിക്കാനൊക്കെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, ഭാഷയുടെ കാര്യവും അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമ്മുടെ മലയാളി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മിൽക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഈ പാലും മോരും തമ്മിൽ എപ്പോഴും മാറിപ്പോകുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാം പഠിച്ച് വരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പൊടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും ഇവിടെ കിട്ടും കേട്ടോ. റബ്ബറ, ഈസ്റ്റേൺ, അങ്ങനെ എല്ലാ പൊടികളും കിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ട്രൈപോഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയെന്ന്. അപ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊരു മലയാളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ട്രൈപോഡൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റും സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് വേണ്ട, ഇപ്പോൾ തൽക്കാലം ഇത് വാങ്ങിക്കാം, പിന്നെ നമുക്ക് പൈസയൊക്കെ ആകാൻ നേരത്ത് റിംഗ് ലൈറ്റൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെറിയൊരു ട്രൈപോഡ് തൽക്കാലത്തേക്കുള്ളൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊരു 30 റിയാലൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. നാട്ടിൽ നമ്മുടെ ഒരു 700 സംതിങ് ഒക്കെ വരും, പക്ഷേ റിംഗ് ലൈറ്റിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ട്രൈപോഡ് വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് താജിലോട്ടായിരുന്നേ. താജും മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ, കൂടുതലും അവിടെ മലയാളീസാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എപ്പോൾ ചെന്നാലും ഫസ്റ്റ് തന്നെ ചായ വാങ്ങിക്കും കേട്ടോ. ചായ വാങ്ങിച്ച് ചായ കുടിച്ച് തീരാനാകുമ്പോഴായിരിക്കും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും ക്രേവിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹെവി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഹെവി ആയിട്ട് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി അല്ലാണ്ട് അന്നത്തെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കിഴി-പൊറോട്ട ആയിരുന്നു കേട്ടോ. കിഴി-പൊറോട്ടയും നല്ലതായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കിഴി-പൊറോട്ട കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ എപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ മന്തി അല്ലെങ്കിൽ ബിരിയാണി, എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒന്നും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കിഴി-പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയും എനിക്ക് ഇഷ്ടപ്പെട്ടു, കിഴി-പൊറോട്ട ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പനീർ ദോശയാണ് കേട്ടോ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പനീർ ദോശയും നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പായസമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസം പോലത്തെ ഒരു സംഭവം അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കഴിച്ചത് ഫുഡിൻ്റെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് കേട്ടോ താജ് റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയായിട്ടോ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കണ്ട് നടക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ വലിയ തിരക്കോ ബഹളമോ ഒന്നുമില്ല, കാരണം നമ്മൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് നൈറ്റ് തന്നെയാണ് ഇറങ്ങുന്നതെങ്കിലും നമുക്ക് കാമാൻ ക്വയറ്റായിട്ടൊക്കെ നടക്കാം. കുറച്ചും കൂടി ലേറ്റ് ആകുവാണെങ്കിൽ നല്ല ഇതായിട്ടൊക്കെ നടക്കാം കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ വ്യൂസൊക്കെ കണ്ടിട്ട് ഇത് ഓൾമോസ്റ്റ് നിങ്ങളെല്ലാ വീഡിയോയിലും കാണുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വ്യൂസൊക്കെ കണ്ട് സൂക്കിലൂടെ നടന്നത് നമ്മൾ റൂമിലെത്തിയേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.